എത്ര പെട്ടെന്നാണ് ഒരു കൊല്ലം കടന്നുപോയത്. നിങ്ങൾക്കറിയുന്നതുപോലെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമാണ് നാളെ. അടിമുടി ജനകീയനായിരുന്ന ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് നാളെ ഒരു കൊല്ലം തികയുകയാണ്. ഒരുപാട് പേർക്ക് അത്താണിയായിരുന്ന ആ വീട്ടുമുറ്റത്തേക്ക് നമ്മൾ ഒരിക്കൽ കൂടി കടന്നു കയറുന്നു. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ തറവാട് കാരോട്ട് വെള്ളക്കാലിൽ വീട്ടിലേക്ക് നമ്മളൊന്ന് ചെല്ലുകയാണ്. മഴ പെയ്തു തോർന്ന പകലിൽ ആ വീട്ടുമുറ്റത്ത് ഒരു ശൂന്യത നിഴലിച്ചു നിന്നിരുന്നു. എന്താവശ്യത്തിന് ഓടിയെത്തിയാലും പരിഹാരം ലഭിച്ചിരുന്ന ഇടം. കരോട്ട് വള്ളക്കാലിൽ വീട്ടിലെ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു പേനയുമായി ജനകീയ നേതാവ് നിൽക്കുമ്പോൾ പല ജീവിതങ്ങളും പ്രതീക്ഷയുടെ തീരമണഞ്ഞിരുന്നു. 12 തവണ പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയെ നിയമസഭയിലെത്തിച്ചപ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ അവർക്കായി ഉമ്മൻചാണ്ടിയും മാറ്റിവെച്ചു. അന്ന് സാറിനെ കാണുന്നത് പോലെ തന്നെ ഇന്നും സാറ് നമ്മുടെ മനസ്സിലുണ്ട്. എല്ലാ ഞായറാഴ്ച ഈ പള്ളി ഇടവകയാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഞായറാഴ്ച പള്ളി വരുമ്പോൾ ഞാൻ സാറിൻ്റെ കവറിങ്ക വന്നിട്ട് എൻ്റെ പിതാക്കന്മാരുടെ കവറിങ്കിലും പോവും. അപ്പോൾ എൻ്റെ പിതാവായിട്ട് ഈ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് എനിക്ക് സ്ഥാനം തന്നതും എന്നെ ജനങ്ങൾ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് കണ്ടതും എനിക്ക് ഉമ്മൻചാണ്ടി സാറാണ് ആ സ്ഥാനം തന്നത്. അപ്പോൾ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് എനിക്കെന്നും സാർ എൻ്റെ മനസ്സിലുണ്ടാവും. രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകൾ, നിർണായക കരുനീക്കങ്ങൾ, അതിനെല്ലാം ഈ തറവാട് വീടും സാക്ഷിയാണ്. ഞാനൊരു 30 വർഷത്തോളം സാറിൻ്റെ കൂടെ ഈ ഔദ്യോഗികമായിട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള സ്റ്റാഫായിട്ട് നടന്നിട്ടുണ്ട്. അമ്മച്ചിയുള്ള കാലമുണ്ട്, വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അന്ന് സാർ ഫിനാൻസ് മിനിസ്റ്ററൊക്കെയാണ്. അത് ആ സമയത്തൊക്കെ വരുമ്പോഴത്തേന് പള്ളി വരുമ്പം ഞങ്ങൾ രണ്ടുകൂടെ രാവിലെ എഴുന്നേറ്റ് ഈ വാഴത്തുണ്ട് ഈ ഇതൊരു വഴിയുണ്ട്, അന്ന് ഇവിടെ വന്ന് വഴി ഒന്ന് ചാടി ഇങ്ങനെ പോരും. കാരണം രാവിലെ ആരെയും സാറിന് ബുദ്ധിമുട്ടിക്കാൻ, കാരണം വണ്ടി ഓടിക്കാനായിട്ടോ കൊണ്ടുപോകാനുള്ള ആ ബുദ്ധിമുട്ടിക്കാൻ മനസ്സിലാത്തതുകൊണ്ട് രാവിലെ ഞാനും സാറൂടെ നടന്നു വരും. പുതുപ്പള്ളിക്കാർ മാത്രമായിരുന്നില്ല, കേരളത്തിന്റെ നാനാതുറകളിൽ നിന്നും ഉമ്മൻചാണ്ടിയെ കാണാൻ ആളുകൾ ഇവിടേക്കെത്തുമായിരുന്നു. പുതുപ്പള്ളി പള്ളിയിലെ ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷം വീട്ടിലെത്തിയാൽ പിന്നെ ആളുകൾക്ക് നടുവിലേക്ക്. ഏറ്റവും ഒടുവിൽ അവസാന യാത്രയും ഈ വീട്ടുമുറ്റത്തു നിന്ന് തന്നെയായിരുന്നു. ഞായറാഴ്ചകളിൽ ഈ വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന ഒരാൾക്കും ദുഃഖിച്ചു മടങ്ങേണ്ട അവസ്ഥയുണ്ടായിട്ടില്ല. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ ജനകീയ നേതാവ് ചേർത്ത് പിടിക്കുമ്പോൾ അത് വലിയ ആശ്വാസമാവുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24.